ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന ചാക്രിക ലേഖനത്തിൻ്റെ പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നമ്മൾ 172 മുതൽ 180 വരെയുള്ള ഖണ്ഡികകളാണ് പഠന വിധേയമാക്കുക. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ സ്നേഹമായിരിക്കണമേ. ഇന്ന് പഠിക്കുന്ന ഖണ്ഡികകൾ 172 മുതൽ 180 വരെ. ഇതിൻ്റെ പ്രധാനമായി 3 തിരിക്കുകയാണ്. 172 ഖണ്ഡികയിൽ ആത്മീയതയുടെ ചരിത്രത്തിലെ പ്രതിധ്വനികൾ എന്ന പൊതു ശീർഷകത്തിലും 173 മുതൽ 176 വരെ മറ്റുള്ളവർക്ക് പാനം ചെയ്യാവുന്ന ഉറവയാവുക എന്ന ഉപശീർഷകവും 177 മുതൽ 180 വരെ സാഹോദര്യവും ആധ്യാത്മിക ദർശനവും എന്നിങ്ങനെ 3 ഹെഡിങ്ങുകളിലായി തലക്കെട്ടുകളിലായിട്ടാണ് ഇന്നത്തെ നമ്മുടെ പഠനം മുന്നോട്ട് പോവുക. ഇത് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ചാക്രിക ലേഖനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ക്രിസ്തീയ ആത്മീയതയുടെ കാതലായ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തിയും സഹോദരങ്ങളോടുള്ള പ്രതിബദ്ധതയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ചാണ് നമ്മളിന്ന് കാണുക. 172 ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആത്മീയതയുടെ ചരിത്രത്തിലെ പ്രതിധ്വനികൾ എന്ന ശീർഷകത്തിൻ്റെ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ആരാധനയും സഹോദരങ്ങളോടുള്ള പ്രതിബദ്ധതയും ക്രിസ്തീയ ആത്മീയതയുടെ അടിസ്ഥാന ശിലകളാണ്, അല്ലെങ്കിൽ അടിസ്ഥാന ശിലകളിൽ ഒന്നാണ് എന്ന് പറയുകയാണ്. ഇത് കേവലം ഒരു ആത്മീയമായ ഒരു പരിശീലനം മാത്രമല്ല, ഇത് സഹോദരന്മാരോടുള്ള സ്നേഹവും പ്രതിബദ്ധതയും ഈ തിരുഹൃദയ ഭക്തിയിൽ അന്തർലീനമാണ് എന്ന് മാർപ്പാപ്പ പറയുന്നു. ഇത് ക്രൈസ്തവ ചരിത്രത്തിൽ, അല്ലെങ്കിൽ ക്രൈസ്തവ ആത്മീയതയുടെ ചരിത്രത്തിൽ മാറ്റമില്ലാത്ത ഒന്നാണ്. കാലമൊക്കെ മാറും എങ്കിലും ഈ അടിസ്ഥാന തത്വം മാറുന്നില്ല. ഇത് അനുസ്യൂതമായ ഒഴുക്കാണ് എന്ന് പറയുന്നു. മറ്റുള്ളവർക്കും പാനം ചെയ്യാവുന്ന ഉറവയാവുക എന്ന ആ ഒരു ഉപശീർഷകത്തിൽ നാം കാണുന്നത് നമ്മുടെ ആത്മീയ അനുഭവങ്ങൾ വ്യക്തിഗതമായ കാര്യം മാത്രമല്ല, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ദാഹങ്ങൾ ശമിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ജീവജലത്തിൻ്റെ ഉറവകളായി മാറണം എന്ന കാര്യം കൂടിയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഈ മുന്നോട്ട് വരുന്ന ഖണ്ഡികകൾ കാണുന്നതിനെക്കുറിച്ചുള്ള ഒരു ആമുഖമാണ് 172 ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്നത്. 173 ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മറ്റുള്ളവർക്കും പാനം ചെയ്യാവുന്ന ഉറവയാവുക. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 38-ാമത്തെ വാക്യം. ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തെക്കുറിച്ച് ഒരിജിൻ ഉൾപ്പെടെയുള്ള സഭാപിതാക്കന്മാർ ആഴത്തിൽ ധ്യാനിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൽ നിന്നും പാനം ചെയ്യുന്നവർ, അതായത് അവിടുത്തെ വിശ്വാസികൾ, മറ്റുള്ളവർക്ക് ജീവജലം നൽകുന്ന ഉറവകളായി മാറും എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുക. ഒറിജിൻ പറയുന്നു, ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യാത്മാവിന് തന്നിൽ തന്നെ കിണറുകളും ഉറവകളും നദികളും സംവഹിക്കാനും ഒഴുക്കാനുമാകും. ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആത്മാവിന് തന്നിൽ തന്നെ കിണറുകളും ഉറവകളും നദികളും സംവഹിക്കാനും ഒഴുക്കാനുമാകുമെന്നാണ് പറയുന്നത്. ക്രിസ്തുവുമായുള്ള നമ്മുടെ കൂട്ടായ്മ നമ്മെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നവരാക്കി മാറ്റുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയുണ്ട് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കൂടി ഉപകാരപ്പെടുന്ന ഒരു വ്യക്തിയായി നമ്മൾ മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. ഇത് നമ്മുടെ ഉള്ളിൽ ശുദ്ധജലത്തിൻ്റെ ഉറവ സൃഷ്ടിക്കുന്നതിലൂടെ ക്രിസ്തു തൻ്റെ വാഗ്ദാനം പൂർത്തിയാക്കുകയാണ്. അതായത് എന്നിൽ വിശ്വസിക്കുന്ന ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുമെന്ന ക്രിസ്തുവിൻ്റെ വാഗ്ദാനമാണ് യോഹന്നാൻ 7:38 നമ്മൾ കാണുക. അങ്ങനെ ക്രിസ്തുവുമായുള്ള ഒരു ഐക്യത്തിലേക്ക് നമ്മളെത്തി നമ്മുടെ ഉള്ളിൽ നിന്നും, ഹൃദയത്തിൽ നിന്നും ഈ ജീവജലത്തിൻ്റെ ഉറവ, ശുദ്ധജലത്തിൻ്റെ ഉറവ സൃഷ്ടിക്കപ്പെടുമ്പോൾ
മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കപ്പെടുമ്പോൾ ഈശോയുടെ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുമെന്ന് പറയുകയാണ്. അതിൽ ഒറിജിൻ പറയുന്നൊരു വാക്ക് മാത്രമാണ് ഈ പ്രധാനമായിട്ടും ഈ പാരഗ്രാഫിൽ, ഈ ഖണ്ഡികയിൽ നമ്മൾ കാണേണ്ടത്. മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യാത്മാവിന് തന്നിൽ തന്നെ കിണറുകളും ഉറവകളും നദികളും സംവഹിക്കാനും ഒഴുക്കാനുമാകും എന്നുള്ളൊരു കാര്യമാണ്. അതായത് ഈശോയുടെ തിരുഹൃദയഭക്തിയോട് ചേർന്നിരിക്കുമ്പോൾ, ഈശോയുടെ സ്നേഹത്തിൽ നമ്മൾ ആഴപ്പെടുമ്പോൾ, നമ്മുടെ ഉള്ളിൽ ഇന്നലെ നമ്മൾ ധ്യാനിച്ചതുപോലെ നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയത്തോട് അനുരൂപമായി തീരും, ആ തിരുഹൃദയത്തോട് ചേർന്നിരിക്കും. അങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്നും ഈശോയുടെ ആ സ്നേഹം സഹോദരങ്ങളിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങും. അതാണ് ഈശോ പറഞ്ഞിരിക്കുന്ന ജീവജലം. മറ്റുള്ളവർക്ക് പാനം ചെയ്യാൻ പാകത്തിന് ഒരു ഉറവയായിട്ട് നമ്മുടെ സ്നേഹത്തെ മാറണം. ഈശോയിൽ നിന്നും, ഈശോയുടെ ദൃഹൃദയഭക്തിയിൽ നിന്നും, പരിപൂർണമായി ഈശോയിൽ നിന്നും സ്വീകരിക്കുന്ന ഈ ജീവജലം സഹോദരങ്ങൾക്കായിട്ട് പങ്കുവെച്ച് കൊടുക്കപ്പെടുവാൻ തക്ക വിധത്തിലൊരു പരിവർത്തനം നമ്മിലുണ്ടാവണമെന്നാണ് സൂചിക്കപ്പെടുക. 174 ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നാം ജീവജലത്തിൻ്റെ പ്രവാഹമായി മാറണം എന്ന ആശയം വിവിധ സഭാപിതാക്കന്മാർ എങ്ങനെ വ്യാഖ്യാനിച്ചുവെന്ന് ഈ ഖണ്ഡിക വിശദീകരിക്കുകയാണ്. വിശുദ്ധ അംബ്രോസ് പറയുന്ന കാര്യമാണ് ആദ്യം നമ്മൾ കാണുക. ക്രിസ്തുവിൽ നിന്ന് ആഴത്തിൽ പാനം ചെയ്യാൻ ആഹ്വാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിൽ നിന്നും ആഴത്തിൽ പാനം ചെയ്യാനാണ്. അങ്ങനെ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന ഉറവ നമ്മളിൽ കവിഞ്ഞൊഴുകണമെന്ന് അംബ്രോസ് പറയുകയാണ്. ഈശോയിൽ, ക്രിസ്തുവിൽ ആഴത്തിൽ പാനം ചെയ്തുകൊണ്ട് നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന ഉറവ നമ്മളിൽ നിന്നും കവിഞ്ഞൊഴുകണം. വിശുദ്ധ അംബ്രോസ് പറയുന്ന കാര്യമാണ്. അതുപോലെ മാരിയോസ് വിക്ടോറിനൂസ് പറയുന്ന കാര്യമാണ്, പരിശുദ്ധാത്മാവ് സമൃദ്ധമായി തന്നെ നമുക്ക് നൽകുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് പറയുന്നു, അവിടുത്തെ സ്വീകരിക്കുന്ന ഒരാൾ ജീവജലത്തിൻ്റെ നദി ഒഴുകുന്ന ഒരു ഹൃദയമായി തീരുമെന്ന് പറയുകയാണ്. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു, വിശ്വാസിയിൽ നിന്നും ഒഴുകുന്ന ഒരു നദി, ഈ നദി ഒരു ഔദാര്യമാണ്. ഈ ജീവജലത്തിൻ്റെ നദി ഒരു വിശ്വാസിയിൽ നിന്നും ഒഴുകുന്നത് ഒരു ഔദാര്യമാണ്. വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നു, ദൈവത്തിൽ നിന്ന് ലഭിച്ച കൃപകൾ പങ്കുവയ്ക്കാൻ ഒരാൾ തിടുക്കം കാട്ടുമ്പോൾ അയാളുടെ ഹൃദയത്തിൽ നിന്നും ജീവജലം ഒഴുകും. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ക്രിസ്തുവുമായുള്ള നമ്മുടെ ആഴമായ ബന്ധം നമ്മെ സ്വയം പര്യാപ്തരാക്കുക മാത്രമല്ല, മറ്റുള്ളവർക്ക് കൂടി അനുഗ്രഹമായി മാറാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ആ ഒരു കാര്യം മാത്രമാണ് ഇവിടെ പ്രധാനമായിട്ടും കാണുക. ജീവജലത്തിൻ്റെ പ്രവാഹമായി നമ്മൾ മാറണം. നമ്മുടെ ഉള്ളിൽ ഈശോയുള്ള സ്നേഹത്തിൻ്റെ ആ ഒരു സ്നേഹം ഉറവയായി ഉത്ഭവിക്കണം. ജീവജലത്തിൻ്റെ ഉറവ നമ്മളിൽ നിന്നും പുറത്തേക്ക് കവിഞ്ഞൊഴുകാൻ തുടങ്ങണം. ഉറവയുടെ കാര്യം നമുക്കറിയാമല്ലോ, എത്രമാത്രം കുഴിയെടുത്താൽ അത് പറ്റത്തില്ല. ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും പറയുന്നതാണ്. അത് എന്നേക്കും ലോകാന്ത്യം വരെ എപ്പോഴും ഉള്ളതാണെന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഈ സ്നേഹവും നമ്മളിൽ നിന്ന് കവിഞ്ഞൊഴുകുന്ന ഈ സ്നേഹത്തിൻ്റെ ജീവജലത്തിൻ്റെ കൃപകൾ, ജലം, അത് അനർഗളമായിട്ട് നിർഗളിക്കേണ്ടതാണ്. ഒരിക്കലും പറ്റാത്ത വിധത്തിൽ ഒഴുകേണ്ടതാണ് എന്ന കാര്യമാണ് ഇവിടെ പറയുക. പല വിശുദ്ധ അംബ്രോസും വിശുദ്ധ മാരിയോസ് വിക്ടോറിനൂസും അഗസ്റ്റിനും വിശുദ്ധ തോമസ് അക്വിനാസും ഒക്കെ പറഞ്ഞ കാര്യം വെച്ചുകൊണ്ട് പറയുന്നതാണ്, നാം ജീവജലത്തിൻ്റെ ഒരു പ്രവാഹമായി മാറണം. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ജീവജലം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞാൽ മാത്രമേ നമുക്കത് കവിഞ്ഞൊഴുകാനായിട്ട് സാധിക്കുകയുള്ളൂ. 175 ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിന്നും ജനിച്ച സഭയെക്കുറിച്ചാണ് ഇവിടെ പറയുക. കുരിശിൽ അർപ്പിച്ച ബലി വഴി മാനവരാശിയുടെ പാപപരിഹാരത്തിന് നിത്യവും സമൃദ്ധമായ സംതൃപ്തി നൽകുന്നു എന്ന് പറയുന്നു. ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിന്നും ജനിച്ച സഭ ആ രക്ഷാകരമായ പീഡാനുഭവത്തിൻ്റെ ഫലങ്ങൾ എല്ലാ കാലത്തും എല്ലാ സ്ഥലങ്ങളിലും സംരക്ഷിക്കുകയും നൽകുകയും ചെയ്യുന്നുവെന്ന് 12-ാം പിയൂസ് മാർപ്പാപ്പ പറയുകയാണ്. ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ജനിച്ച സഭ, ആ സഭ രക്ഷാകരമായ പീഡാനുഭവത്തിൻ്റെ ഫലങ്ങൾ, ഈശോയുടെ
പീഡാനുഭവങ്ങളുടെ രക്ഷ നൽകുന്ന അല്ലെങ്കിൽ രക്ഷാദായകമായ പീഡാനുഭവത്തിൻ്റെ ഫലങ്ങൾ എല്ലാ കാലത്തും എല്ലാ സ്ഥലങ്ങളിലും സംരക്ഷിക്കുക മാത്രമല്ല നൽകുകയും ചെയ്യുന്നു. ഇതാണ് ഇവിടെ പ്രത്യേകമായിട്ട് സഭയെക്കുറിച്ച്, അത് ഈ രക്ഷാദായകമായ ഈ ഫലങ്ങൾ നൽകപ്പെടുന്നത് സഭയിലൂടെയാണ്. അതാണ് ഇവിടെ പ്രധാനമായിട്ടും പറഞ്ഞു വരിക. സഭ സ്ത്രീ പുരുഷന്മാരെ കർത്താവുമായി നേരിട്ട് ഐക്യത്തിലേക്ക് നയിക്കുന്നു. എല്ലാവരെയും ക്രിസ്തുവുമായുള്ള ഐക്യത്തിലേക്കാണ് ഈ സഭ നയിക്കുന്നത്. അതായത് സഭ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ തുടർച്ച തന്നെയാണ് എന്ന് നാം പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ രക്ഷാകരമായ പീഡാനുഭവത്തിൻ്റെ ഫലങ്ങൾ എന്നും എല്ലാ സമയവും സംരക്ഷിക്കുകയും നൽകുകയും ചെയ്യപ്പെടുന്ന സഭയിലൂടെ അതിൻ്റെ കൃപകൾ നമ്മൾ സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കുക ചെയ്യുക. കാരണം ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് സഭ ജനിച്ചത്. വിശുദ്ധ 12-ാം പീയൂസ് മാർപ്പാപ്പ പറയുന്ന വാക്കുകൾ എടുത്തു വെച്ചുകൊണ്ടാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കാര്യം നമ്മെ ഈ 175-ാമത്തെ ഖണ്ഡികയിലൂടെ പഠിപ്പിക്കുന്നത്. 176-ാം ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ ഭാഗം മറിയത്തിൻ്റെ മധ്യസ്ഥതയെയും മാതൃത്വത്തെയും ക്രിസ്തുവിൻ്റെ ഏക മധ്യസ്ഥതയുടെ വെളിച്ചത്തിൽ വിശദീകരിക്കുകയാണ്. മറിയത്തിൻ്റെ ഹൃദയത്തോടുള്ള ഭക്തി ക്രിസ്തുവിൻ്റെ ഹൃദയത്തിന് കൊടുക്കേണ്ട ഭക്തിയിൽ നിന്നും വ്യതിചലിക്കുന്നില്ലെന്ന് മാത്രമല്ല, അതിനെ വളർത്തുകയാണ് ചെയ്യുന്നത്. ഏകരക്ഷകനായ ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയ്ക്ക് കീഴ്പ്പെട്ട ഈ മാധ്യസ്ഥം മറിയത്തിന് ഉണ്ടെന്ന് സഭ സംശയലേശമെന്നെ അംഗീകരിക്കുകയാണ്. കൗൺസിലിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലൂമൻ ജെൻസിയും LG 62. മറിയത്തിൻ്റെ ദൗത്യം ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയെ ഒരു രീതിയിലും കുറയ്ക്കുന്നില്ല, മറിച്ച് അതിൻ്റെ ശക്തിയെ പ്രകടമാക്കുകയാണ് ചെയ്യുന്നത്. മാനവകുലത്തിൻ്റെ അമ്മ എന്ന നിലയിലുള്ള മറിയത്തിൻ്റെ കർത്തവ്യം ഒരു രീതിയിലും ക്രിസ്തുവിന് മാത്രമുള്ള മധ്യസ്ഥതയെ കുറയ്ക്കുകയോ മങ്ങലേൽപ്പിക്കുകയോ ചെയ്യുന്നില്ല, മറിച്ച് അതിൻ്റെ ശക്തി പ്രകടമാകുന്നതേയുള്ളൂ എന്ന് ഇവിടെ പ്രത്യേകമായ വിധം പറയുകയാണ്. പരിശുദ്ധ അമ്മയോടുള്ള മധ്യസ്ഥത, ഏകമധ്യസ്ഥനായ രക്ഷകനായ ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയ്ക്ക് കളങ്കം അല്ലെങ്കിൽ കുറവ് വരുത്തുമോ എന്ന്, അല്ലെങ്കിൽ ഭംഗം ഏൽപ്പിക്കുമോ എന്നൊക്കെ ഒരു സംശയമുണ്ടാകുന്നിടത്താണ് പറയുന്നത്. അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയേ ചെയ്യുകയുള്ളൂ. കാനായിലെ കല്യാണ വിരുന്നൊക്കെ നമുക്ക് കണ്ടേ അറിയാൻ പറ്റുമല്ലോ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എപ്പോഴും ഈശോയോടുള്ള മാധ്യസ്ഥത്തിൻ്റെ ഒരു ശക്തി കൂടി വരികയേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയൊക്കെ എപ്പോഴും പറയുന്നത്, ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചൊക്കെ പഠിക്കണമെങ്കിൽ, ഈശോയുടെ തിരുമുഖത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ മറിയത്തിൻ്റെ മടിയിലിരുന്ന്, അമ്മയുടെ മടിയിലിരുന്നു കൊണ്ട് പഠിക്കണമെന്നാണ് പറയുക. അത് അമ്മയുടെ മാധ്യസ്ഥം വഴി പഠിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. നമ്മൾ ഈ പഠനത്തിൻ്റെ ആരംഭത്തിലൊക്കെ നമ്മൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിയാണ് തുടങ്ങിയത്. കാരണം ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ യോഗ്യതയൊക്കെ നമുക്ക് ആവശ്യമാണ്. കാരണം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളാണ്. ആ പരിശുദ്ധാത്മാവിനെ അമ്മ ചെന്ന് കാണുന്നിടത്തെല്ലാം കൊടുക്കുന്നുണ്ട്. എലിസബത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അറിയാം, എലിസബത്തിൻ്റെ ഉദരത്തിലെ ശിശു പരിശുദ്ധാത്മാവ് നിറഞ്ഞ് സന്തോഷിച്ച് തുള്ളിച്ചാടുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ സാന്നിധ്യം ഉള്ളതെല്ലാം അമ്മ പരിശുദ്ധാത്മാവ് കൊണ്ടാണ് പോവുക. നമുക്ക് ഈശോയുടെ ഹൃദയത്തെക്കുറിച്ച് തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ആവശ്യമാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എന്ന് പറയുന്നത് നമ്മെ ഈശോയിലേക്ക് അടുപ്പിക്കുന്നതാണ്, ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതാണ്, പരിശുദ്ധാത്മാവ് നിറയ്ക്കുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും ഈശോയുടെ മധ്യസ്ഥതയ്ക്ക് പകരമായിട്ടോ അല്ലെങ്കിൽ അതിനെ കുറയ്ക്കുന്നതല്ല എന്ന കാര്യം നമ്മൾ തിരിച്ചറിയുക. ക്രിസ്തുവിൻ്റെ തുറന്ന ഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന കൃപയാൽ സഭയും കന്യകാമറിയവും എല്ലാ വിശ്വാസികളും വിവിധ രീതിയിൽ ജീവജലത്തിൻ്റെ അരുവികളായി മാറുകയാണ്. മുമ്പ് പറഞ്ഞായിരുന്നു, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ അരുവികളായിട്ട് സഭ മാറുന്നു, പരിശുദ്ധ അമ്മ മാറുന്നു, എല്ലാ വിശ്വാസികളും മാറുന്നു. അത് വിവിധ രീതികളാണ് മാറുന്നത്. നമ്മൾ വ്യത്യസ്തമായ രീതിയിലാണ്. ചിലർക്ക് സ്നേഹത്തിൻ്റെ ആധിക്യം മുതൽ കൂടുതൽ
കൃപകൾ നൽകാനായിട്ട്, ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുക്കാനായിട്ട് സാധിക്കും. ക്രിസ്തു തൻ്റെ മഹത്വം നമ്മുടെ നിസ്സാരതയിലൂടെ പ്രകടമാക്കുന്നു എന്ന മനോഹരമായ ഒരു വാക്യത്തിൽ ഈ ഭാഗം അവസാനിക്കുകയാണ്. ക്രിസ്തു തൻ്റെ മഹത്വം മുഴുവൻ നമുക്ക് നൽകുന്നത് നിസ്സാരരായ നമ്മിലൂടെയാണ്, അല്ലെങ്കിൽ നമ്മെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ടാണ്. ക്രിസ്തുവിൻ്റെ മഹത്വം നമ്മുടെ നിസ്സാരതയെ വളരെ വ്യക്തമാക്കി തരികയാണ്. അവൻ പൂർണ്ണ മനുഷ്യനായിരുന്നു എന്ന് പറയുമ്പോഴും അവൻ പരിപൂർണനായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യനായിരുന്ന ക്രിസ്തു നമ്മുടെ ഒപ്പമാണ്, അല്ലെങ്കിൽ നമ്മളെ താഴെ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം നമ്മളെ രക്ഷിക്കാൻ വന്നവനാണ്, തൊഴുത്തിൽ പിറന്നവനാണ്, കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടവനാണ്, ഉദ്ധാനം ചെയ്യപ്പെട്ടവനാണ്. പക്ഷേ അവൻ്റെ മഹത്വം ത്തോട് നമ്മൾ തുലനം ചെയ്യുമ്പോൾ നമ്മളൊന്നുമല്ല എന്ന് തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത മാതൃത്വമൊന്നും ക്രിസ്തുവിൻ്റെ ആ മധ്യസ്ഥതയെ അല്ലെങ്കിൽ അതിൻ്റെ ശക്തിയെയും അതിൻ്റെ ആ ഇമ്പോർട്ടൻസും പ്രാധാന്യമൊന്നും കുറച്ച് കളയുന്നില്ല എന്ന കാര്യമാണ് പരിശുദ്ധ പിതാവ് ഈ ഖണ്ഡികയിലൂടെ പറയുന്നത്. സാഹോദര്യവും ആത്മദർശനവും എന്ന ആ ഒരു അടുത്ത ഭാഗം നമ്മൾ വരികയാണ്. ക്രിസ്തുവിൻ്റെ ഹൃദയത്തോടുള്ള ഐക്യം എങ്ങനെ നമ്മുടെ സഹോദര ബന്ധങ്ങളെയും ആത്മീയ ദർശനങ്ങളുമൊക്കെ സ്വാധീനിക്കുന്നുവെന്ന് പറയുന്ന കാര്യത്തിലേക്ക് നമ്മൾ വരികയാണ്. നമുക്ക് ആ ഒരു ഖണ്ഡികയിലേക്ക് പോകുന്നതിന് മുമ്പ് 176 ആ ഒരു മനോഹരമായൊരു കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കാം. പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ക്രിസ്തുവിൻ്റെ ആ വലിയ സ്നേഹത്തെ തിരിച്ചറിയാനായിട്ട് സാധിക്കട്ടെ. ഒരിക്കലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ക്രിസ്തുവിനോടുള്ള ആ ഏക മധ്യസ്ഥത എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ കുറച്ച് കളയുന്നില്ല എന്ന കാര്യം ഓർക്കുക. 177 ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സാഹോദര്യവും ആത്മദർശനവും അല്ലെങ്കിൽ ആധ്യാത്മദർശനവും എന്ന ഭാഗമാണ് പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ ഹൃദയത്തോടുള്ള ഐക്യം എങ്ങനെ നമ്മുടെ സാഹോദര്യ ബന്ധങ്ങളെയും ആത്മീയ ദർശനങ്ങളെയും സ്വാധീനിക്കുന്നുവെന്നാണ് ഈ ഖണ്ഡികയിൽ വിശദമാക്കുക. സ്നേഹത്തിൽ അധിഷ്ഠിതമായ പരിവർത്തനത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുക. വിശുദ്ധ ബെർണാഡ് ക്രിസ്തുവിൻ്റെ ഹൃദയത്തോടുള്ള ഐക്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇവിടെ. ഈ ഭക്തിയുടെ മഹത്വം, ഈശോയുടെ ഹൃദയഭക്തിയുടെ മഹത്വം സ്നേഹത്തിൽ അധിഷ്ഠിതമായ പരിവർത്തനത്തിൻ്റെ വിളിയാണ് എന്ന് വിശുദ്ധ ബെർണാഡ് പറയുകയാണ്. വെറും കൽപ്പനകൾ അനുസരിക്കുന്നതിലൂടെയല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ മാധുര്യമേറിയ സ്നേഹത്തിന് നൽകുന്ന പ്രത്യുത്തരത്തിലൂടെയാണ് നമ്മുടെ സ്നേഹം രൂപാന്തരപ്പെടുകയും സ്വതന്ത്രമാക്കപ്പെടുകയും ചെയ്യേണ്ടതെന്ന് ബെർണാഡ് വിശ്വസിക്കുകയാണ്. വെറും കൽപ്പന അനുസരിച്ചാൽ മാത്രം പോരാ, അവിടുത്തെ മാധുര്യമേറിയ സ്നേഹത്തിന് പ്രത്യുത്തരം നൽകണം. അതും മാത്രം പോരാ, ആ സ്നേഹം നമ്മെ രൂപാന്തരപ്പെടുത്തണം, സ്വതന്ത്രമാക്കുകയും ചെയ്യണം. ഈ 3 കാര്യങ്ങളുണ്ടാവണം. ഒന്ന് പ്രത്യുത്തരം നൽകണം, നമ്മൾ രൂപാന്തരപ്പെടുത്തണം, സ്വതന്ത്രമാക്കണം. തിന്മയെ സ്നേഹത്തിലൂടെ അതിജീവിക്കാമെന്നും അദ്ദേഹം പഠിപ്പിക്കുകയാണ്. എത്രമാത്രം തിന്മയുണ്ടെങ്കിൽ പോലും സ്നേഹം കൊണ്ട് അതിനെ നമുക്ക് അതിജീവിച്ച് വരാനായിട്ട്, ഈശോയുടെ സ്നേഹം കൊണ്ട് ഏത് തിന്മയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കുമെന്ന് പറയാം. നിൻ്റെ കർത്താവായ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ആഴത്തിൽ സ്നേഹിക്കുക, പൂർണ്ണ മനസ്സോടെയും ജാഗ്രതയോടെയും ശ്രദ്ധയോടെയും കൂടെ അവനെ സ്നേഹിക്കുക, നിൻ്റെ മുഴുവൻ ശക്തിയോടെ സ്നേഹിക്കുക, അവിടുത്തോടുള്ള സ്നേഹത്താൽ മരിക്കാൻ പോലും നീ ഭയക്കാത്ത വിധം സ്നേഹിക്കുക. ഇന്ദ്രിയ സുഖങ്ങൾക്ക് അനുസൃതമായ മധുരപരമായ വശീകരിക്കലിനെ എതിർക്കാൻ കർത്താവായ ഈശോയോടുള്ള നിൻ്റെ സ്നേഹം മാധുര്യമുള്ളതും തീവ്രവും ആയിരിക്കണം. മുള്ളിനെ എന്ന പോലെ മാധുര്യത്തോട് കീഴടക്കും എന്ന മനോഹരമായ വാക്കുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുക. ആത്മീയതയുടെ വലിയ ആഴങ്ങളിലേക്കാണ് വിശുദ്ധ ബെർണാഡിൻ്റെ വാക്കുകളിലൂടെ പരിശുദ്ധ പിതാവ് നമ്മെ കൊണ്ടുപോവുക. പൂർണ്ണ ഹൃദയത്തോടെ, അതായത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ദിന ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം, ആരാധിക്കണമെന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ബെർണാഡ് പറയുകയാണ്, നിൻ്റെ ദൈവമായ കർത്താവായ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ആഴത്തിൽ സ്നേഹിക്കുക, പൂർണ്ണ ജാഗ്രതയോടെ ശ്രദ്ധയോടെ സ്നേഹിക്കുക, മുഴുവൻ ശക്തിയോടെ സ്നേഹിക്കുക, മരിക്കാൻ പോലും ഭയമില്ലാത്ത വിധത്തിൽ സ്നേഹിക്കുക. അങ്ങനെ വരുമ്പോൾ
പാപങ്ങളിലേക്ക് പോകുന്ന വശീകരിക്കലിനെ എതിർക്കാൻ കർത്താവിൻ്റെ സ്നേഹം നമുക്ക് നമ്മെ സഹായിക്കും. എല്ലാത്തിൻ്റെയും കീഴടക്കാനായിട്ട് സാധിക്കുമെന്ന് പഠിപ്പിക്കുകയാണ്. അവിടത്തോടുള്ള സ്നേഹത്താൽ മരിക്കാൻ പോലും സാധിക്കുന്ന വിധത്തിൽ നീ സ്നേഹിക്കുക എന്ന് പറയാം. മരിക്കാൻ പോലും സന്നദ്ധമാകുന്ന വിധത്തിൽ നീ ക്രിസ്തുവിനെ, ഈശോയെ സ്നേഹിക്കാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതിലൂടെ ഇന്ദ്രിയ സുഖങ്ങളെ സ്നേഹത്താൽ കീഴടക്കാമെന്ന് വിശുദ്ധ ബെർണാഡ് പറഞ്ഞു പഠിപ്പിക്കുന്ന ഭാഗമാണ് നാം ഇവിടെ കണ്ടത്. അതായത് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവുമായുള്ള ഐക്യത്തിലൂടെ, സാഹോദര്യ ബന്ധത്തിലൂടെ, ക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിച്ചുകൊണ്ട് ഏത് തിന്മയെയും നമുക്ക് അതിജീവിക്കാമെന്ന് വിശുദ്ധ ബെർണാഡ് പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് 177 ഖണ്ഡികയിൽ പരിശുദ്ധ പിതാവ് സാഹോദര്യവും ആധ്യാത്മിക ദർശനവും അത് ഈശോയോടുള്ള ഹൃദയത്തോടുള്ള ഐക്യം വഴിയായിട്ട് എങ്ങനെയാണ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞ് പഠിപ്പിക്കുക. 178 ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിസ്സാര കാര്യങ്ങളിലൂടെ കർത്താവിൻ്റെ ഹൃദയം തേടുക എന്ന ആശയമാണ് ഈ ഖണ്ഡികയിൽ നമ്മൾ കാണുക. മത്തായിയുടെ സുവിശേഷം 11 29 വാക്യം, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്നിൽ നിന്നും പഠിക്കുവിൻ എന്ന ക്രിസ്തുവിൻ്റെ വചനം വിശുദ്ധ ഫ്രാൻസിസ് ദി സാലസിനെ ആഴത്തിൽ സ്വാധീനിച്ചു. വലിയ കാര്യങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിലെ ചെറിയ നിസ്സാര കാര്യങ്ങളിൽ പോലും കർത്താവിൻ്റെ ഹൃദയം നേടാൻ കഴിയുമെന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് അതീവ ലളിതവും സാധാരണവുമായ കാര്യങ്ങളിലൂടെ പോലും നമുക്ക് കർത്താവിൻ്റെ ഹൃദയം കവരാൻ കഴിയുമെന്നതാണെന്ന് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് പറയുന്നു. ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും, അതീവ ലളിതവും സാധാരണവുമായ കാര്യങ്ങളെപ്പോലും. വിശുദ്ധൻ പറയുന്ന കാര്യം ഇതാണ്: അവിടുത്തെ ഉചിതമായ വിധം ശുശ്രൂഷിക്കുന്നവർ ഉന്നതവും സുപ്രധാനവുമായ കാര്യങ്ങൾ മാത്രമല്ല, ചെറുതും നിസ്സാരമായ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. അല്ലാതെ ഏറ്റവും ചെറിയതായ കാര്യങ്ങളിലൂടെ തന്നെ നമുക്ക് മുഴുവൻ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതല്ല. അതിൻ്റെ അപ്പുറം ഒരു കാര്യമാണ് പറയുന്നത്. വലിയ വലിയ കാര്യങ്ങൾ അവിടുത്തെ ശുശ്രൂഷിക്കാനൊക്കെ ഉന്നതവും സുപ്രധാനമായ കാര്യങ്ങൾ ചെയ്യുന്ന മാത്രം പോരാ, ഏറ്റവും ലളിതമെന്ന് പറയുന്ന, ഏറ്റവും ചെറുതെന്ന് കരുതുന്ന, നിസ്സാരമെന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് അതീവ ശ്രദ്ധയോടെയായിരിക്കണം ഈ സ്നേഹമെന്ന് പറയുന്നത്. കാരണം ഇവ രണ്ടിലൂടെയും അവിടുത്തെ ഹൃദയവും സ്നേഹവും നേടാനാകുമെന്നാണ് പറയുക. ഉന്നതമായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയും ഏറ്റവും ലളിതമായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയും നമുക്ക് ഈശോയുടെ ഹൃദയവും സ്നേഹവും നേടാൻ സാധിക്കും. ഇവിടെ ഫ്രാൻസിസ് ജി സാലസ് പറയുകയാണ്, ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, തലവേദന, പല്ലുവേദന, ഗ്ലാസ് പൊട്ടിയത്, മോതിരം കളഞ്ഞത്, അയൽക്കാരൻ്റെ നിന്ദനം, പ്രാർത്ഥിക്കാനും ദീപൊലിക്കാനും പോകാനും വേണ്ടി അതിരാവിലെ ഉണരേണ്ടതിന് നേരത്തെ ഉറങ്ങാനും കിടക്കാനുള്ള തത്രപ്പാട്, ദൈവിക കാര്യങ്ങൾ പരസ്യമായി ചെയ്യാൻ തോന്നുന്ന ചെറിയ ലജ്ജ, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സഹനങ്ങൾ അവ എത്ര ചെറുതാണെങ്കിലും സ്നേഹപൂർവ്വം സ്വീകരിക്കുമ്പോൾ ദൈവത്തെ സന്തോഷിപ്പിക്കുകയാണെന്ന് ഉറപ്പിച്ചുകൊള്ളുക എന്നാണ് പറയുന്നത്. ഏറ്റവും ചെറിയ കാര്യങ്ങൾ, പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നതായിട്ട്, അങ്ങനെ പല പല നമ്മുടെ ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ ഭൗതികമായ തരത്തിൽ വരുന്ന പല അസ്വസ്ഥതകൾ, ഇവയെല്ലാം, ഈ കുഞ്ഞു സഹനങ്ങളെല്ലാം അത് ചെറുതാണെങ്കിൽ പോലും സ്നേഹപൂർവ്വം സ്വീകരിച്ചാൽ ആ ദൈവത്തെ സന്തോഷിപ്പിക്കും. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ, ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ, ചെറിയ കഷ്ടപ്പാടുകൾ സ്നേഹപൂർവ്വം സ്വീകരിക്കുമ്പോൾ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ സാധിക്കുമെന്നാണ് വിശുദ്ധ ഫ്രാൻസിസ് ദി സാലസ് പഠിപ്പിക്കുക. എന്നാൽ ഈ ചെറിയ കാര്യങ്ങൾക്കപ്പുറം ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിന് പൂർണ്ണമായ സംതൃപ്തി നൽകേണ്ടത് അയൽക്കാരോടുള്ള നമ്മുടെ സ്നേഹത്തിലൂടെയാണ്. കുറച്ചും കൂടെ അപ്പുറത്തോട് കടക്കുകയാണ് വിശുദ്ധൻ. ഈ ഒരു ചെറിയ കാര്യങ്ങൾ, എല്ലാ കുഞ്ഞു കുഞ്ഞു ത്യാഗങ്ങൾ, അവയിലൂടെ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ കഴിയും. എന്നാൽ അതിനപ്പുറത്തേക്ക് കൂടെ നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. ഈശോയുടെ ഹൃദയത്തിന് പൂർണ്ണമായ സംതൃപ്തി നൽകേണ്ടത് അയൽക്കാരോടുള്ള നമ്മുടെ സ്നേഹത്തിലൂടെയാണ്.
നമ്മുടെ കർത്താവ് നമ്മെ നിരന്തരം സ്നേഹിക്കുകയും നമ്മുടെ കുറവുകൾ സഹിക്കുകയും ചെയ്തതുപോലെ നാമും നമ്മുടെ സഹോദരങ്ങളോട് സഹിഷ്ണുത കാണിക്കണം, ക്ഷമ കാണിക്കണം, വിട്ടുവീഴ്ച കാണിക്കണം എന്ന് തന്നെ പഠിപ്പിക്കുന്നത്. ഈ സ്നേഹം ഉറച്ചതും സ്ഥിരതയുള്ളതും നിലനിൽക്കുന്നതുമായിരിക്കണം. 2 ദിവസം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് ഭയങ്കര സ്നേഹമാണ്, 3-ാം ദിവസം വീണ്ടും വഴക്കുണ്ടാക്കാൻ പോകരുത്. സഹോദരനോട് കാണിക്കുന്ന സഹിഷ്ണുത, സഹോദരനോട് കാണിക്കുന്ന സ്നേഹം അത് നിലനിൽക്കുന്നതായിരിക്കണം. നമ്മുടെ കർത്താവ് നമ്മെ ഇടമുറിയാതെ സ്നേഹിക്കുകയും നമ്മുടെ പല കുറവുകളും പോരായ്മകളും സഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇടമുറിയാതെ സ്നേഹിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളെ, അയൽക്കാരെ സ്നേഹിക്കണമെന്നാണ് അവിടെ പറയുക. ഇതുകൊണ്ട് തന്നെ നാം നമ്മുടെ സഹോദരങ്ങളെ അതേ രീതിയിൽ തന്നെ അവരോട് പെരുമാറണം. അവരോട് സഹിഷ്ണുത കാണിക്കുക, ഒരിക്കലും മടുപ്പ് തോന്നരുത് എന്ന് വിശുദ്ധൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ കന്യകയിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യം ഇതേ ഉള്ളൂ. ഈശോയുടെ ഹൃദയം നേടാനായിട്ട്, അതായത് ശാന്തശീലനും വിനയഹൃദയനുമാകിയ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിനെന്ന് മത്തായിയുടെ സുവിശേഷം 11:29 പറയുന്ന കാര്യം ഫ്രാൻസിസ് സാലസ് എടുത്തു വച്ചിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. അവിടെ ഏറ്റവും ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഈശോയുടെ ഹൃദയത്തെ, അല്ലെങ്കിൽ ഈശോ ദൈവത്തെ നമുക്ക് സന്തോഷിപ്പിക്കാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞിട്ട്, ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം പോരാ, അത് വലിയ കാര്യങ്ങൾ കൂടെ നമ്മൾ ചെയ്യുമ്പോഴും ആ കാര്യം, ഈ ഒരു സ്നേഹം ഉണ്ടാവണം എന്ന് പറയുന്നു. ഈ 2 കാര്യങ്ങളും ചേർത്ത് വെച്ചെന്ന് പറയുകയാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈശോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, ഈശോയുടെ ഹൃദയത്തിന് ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകുന്നത് അയൽക്കാരോടുള്ള നല്ല സ്നേഹത്തിലായിരിക്കുമ്പോഴാണ്. ഈ അയൽക്കാരുള്ള സ്നേഹമെന്ന് പറയുന്നത് വെറുതെ ഒരു സ്നേഹമായാൽ പോരാ, അത് സഹിഷ്ണുത കാണിക്കുന്നതായിരിക്കണം, അത് നിലനിൽക്കുന്നതായിരിക്കണം, സ്ഥിരതയുള്ളതായിരിക്കണം, ഉറച്ചതായിരിക്കണമെന്ന് പഠിപ്പിക്കുകയാണ്. ഈ കാര്യമാണ് ഈ ഖണ്ഡികയിൽ നമ്മൾ കാണുക. 179-ാമത്തെ ഖണ്ഡികയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വിശുദ്ധ ചാൾസ് ഡി ഫുക്കോ ഈശോയെ അനുകരിക്കാൻ ശ്രമിച്ചത് ഈശോയെപ്പോലെ ജീവിച്ചുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടുമാണ്. സ്നേഹത്തിന് പകരം സ്നേഹമെന്ന ആശയമാണ് ഈ ചാൾസ് ഡി ഫുക്കോയുടെ ജീവിതത്തെ നയിച്ചത്. മനുഷ്യരുടെ വിശുദ്ധീകരണത്തിനായി സ്വയം ബലിയായി അർപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഈശോയുടെ സ്നേഹം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ആഗ്രഹം അദ്ദേഹം ലോകത്തിലെ ഏറ്റവും ദരിദ്രരിലേക്കും വിസ്മയപ്പെട്ടവരിലേക്കും അവരെ നയിച്ചു എന്നുള്ളതാണ്. ഈശോയുടെ ആ വലിയ സ്നേഹം എല്ലാവരിലും എത്തിക്കാനായിട്ട് ചെയ്തൊരു കാര്യമാണ്. ദരിദ്രരിലേക്ക്, വിസ്മരിക്കപ്പെട്ടവരിലേക്കൊക്കെ ഈ വിശുദ്ധ ചാൾസ് ഡി ഫുക്കോ കടന്നു ചെല്ലുകയാണ്. കുരിശുയർത്തിപ്പിടിച്ച ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ രൂപത്തിൽ യേശോ സ്നേഹം എന്നെഴുതിയ പ്രതീകം തൻ്റെ ചിഹ്നമായി അദ്ദേഹം സ്വീകരിക്കുകയാണ്. ഇത് വെറും ഒരു ചെറിയൊരു തീരുമാനമായിരുന്നില്ല. ക്രിസ്തുമതം സ്നേഹമാണെന്നും സാഹോദര്യമാണെന്നും അതിന് ചിഹ്നം ഒരു ഹൃദയമാണെന്നും ഈ ദരിദ്രരായ സഹോദരങ്ങൾ കാണിച്ചു കൊടുക്കുവാൻ ഞാൻ എൻ്റെ മുഴുവൻ ശക്തിയോടും കൂടി ശ്രമിക്കുന്നുവെന്നാണ് അദ്ദേഹം ആ വലിയ സ്നേഹം ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞത്. അദ്ദേഹം അത് മറ്റു സഹോദരങ്ങൾക്കൊപ്പം തിരുഹൃദയത്തിൻ്റെ നാമത്തിൽ മൊറോക്കോയിൽ താമസിക്കാൻ ആഗ്രഹിച്ചുവെന്ന് കത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെ അവരുടെ സുവിശേഷവൽക്കരണ പ്രവർത്തനങ്ങൾ പുറത്തേക്ക് വ്യാപിപ്പിക്കാൻ കഴിയും എന്നാണ് പറയുക. ഈശോയുടെ ഹൃദയത്തിൽ നിന്നും പ്രസരിക്കുന്നത് പോലെ നമ്മുടെ കൂട്ടായ്മയിൽ നിന്നും സ്നേഹം പ്രസരിക്കണമെന്ന് തൻ്റെ സഹപ്രവർത്തകരോട് എപ്പോഴും വിശുദ്ധൻ പറയുമായിരുന്നു, അല്ലെങ്കിൽ പറഞ്ഞു എന്നാണ് നമ്മൾ കാണുക. ഈശോയുടെ ഹൃദയത്തിൽ നിന്നും പ്രസരിക്കുന്നത് പോലെ നമ്മുടെ കൂട്ടായ്മയിൽ നിന്നും സ്നേഹം പ്രസരിക്കണം. ഈ ആഗ്രഹം അദ്ദേഹത്തെ ഒരു സാർവലൗകിക സാഹോദര്യത്തിലേക്ക് എത്തിക്കുകയാണ്. ഈശോ എല്ലാവരെയും സ്നേഹിച്ചതുപോലെ, വ്യവസ്ഥകളില്ലാതെ സ്നേഹിച്ചതുപോലെ ഒരു സാർവലൗകിക സഹോദര്യത്തിലേക്ക് വിശുദ്ധ ചാൾസ് ഡി ഫുക്കോയെ ഈശോയോടുള്ള സ്നേഹം എത്തിക്കുകയാണ്. അതായത് ഈശോ സ്നേഹിക്കുന്നത് പോലെ എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് അവൻ ആഗ്രഹിക്കുകയാണ്, വിശുദ്ധൻ ആഗ്രഹിക്കുകയാണ്. ഈശോയുടെ ഹൃദയം പോലെ നമ്മുടെ ഹൃദയവും എല്ലാ സ്ത്രീ പുരുഷന്മാരെയും ഉൾക്കൊള്ളണം എന്ന് പഠിപ്പിക്കുക. എല്ലാവരെയും ഉൾക്കൊള്ളണം. അത് ചെറുപ്പമോ വലുപ്പമോ ജാതി മതം ഒന്നും ഉൾക്കൊള്ളാതെ എല്ലാവരെയും ഒരുപോലെ ഒരു വ്യവസ്ഥകളും വയ്ക്കാതെ ഉൾക്കൊള്ളണമെന്നാണ് പറയുന്നത്. ഈശോയുടെ ഹൃദയത്തിന് മനുഷ്യരോടുള്ള സ്നേഹം അവിടുത്തെ പീഡാനുഭവത്തിൽ അവിടുന്ന് പ്രകടിപ്പിച്ച സ്നേഹം അതുതന്നെയാണ്.
ഇതാണ് നമുക്ക് എല്ലാ മനുഷ്യരോടും ഉണ്ടായിരിക്കേണ്ടത് അവിടുന്ന് പറയുകയാണ്. മനുഷ്യരോടുള്ള ഈശോയ്ക്കും അല്ല മനുഷ്യരോടുള്ള സ്നേഹമെന്ന് പറയുന്നത് പീഡാനുഭവത്തിൽ അവിടുന്ന് പ്രകടിപ്പിച്ച സ്നേഹമാണ്. ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ ചാൾസ് ഡി ഫുക്കോ പറയുകയാണ്, ഈ ലോകം മുഴുവനിലേക്കും ഈശോയുടെ സ്നേഹം എത്തിക്കുക എന്ന് പറയുമ്പോൾ ഈശോ നമ്മെ എങ്ങനെയാണോ സ്നേഹിച്ചത് അതുപോലെ തന്നെ നമ്മൾ സ്നേഹിക്കണമെന്ന് അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യരോടും പ്രകടിപ്പിക്കണമെന്ന് ആവർത്തിച്ച് ചാൾസ് ഡി ഫുക്കോ പഠിപ്പിക്കുകയാണ്. അത് പഠിപ്പിക്കുക മാത്രമല്ല, അതിനു വേണ്ടി ദരിദ്രരായ സഹോദരങ്ങളെ സ്നേഹിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്ന വിശുദ്ധനെയാണ് നമ്മൾ കാണുക. ആ ഒരു കാര്യമാണ് പരിശുദ്ധ പിതാവ് ഈ 179 ഖണ്ഡികയിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു വിശുദ്ധനെ മാതൃക എടുത്ത് വെച്ച്, വിശുദ്ധ ചാൾസ് ഡി ഫുക്കോയുടെ മാതൃക എടുത്ത് വെച്ചുകൊണ്ട് ഈശോയെ അനുകരിക്കാനായിട്ട് ശ്രമിച്ചത് ഈശോയെപ്പോലെ തന്നെ ജീവിച്ചുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടുമാണ്. നമ്മുടെ ജീവിതത്തിലും ആ വലിയൊരു സ്നേഹം, ഈശോയുടെ സ്നേഹമുണ്ടാകുമ്പോൾ ഈ ചാൾസ് ഡി ഫുക്കോയ്ക്ക് ലഭിച്ചതുപോലെ നമ്മളുടെ ഹൃദയത്തോടും ഈശോയുടെ ഹൃദയം സംസാരിക്കാനുള്ള തുടങ്ങും. അതുകൊണ്ട് വിശുദ്ധ കൊച്ചുത്രേസ്യയും മറ്റു വിശുദ്ധരുമൊക്കെ ഈശോയുടെ ഹൃദയ സ്പന്ദനം അവർക്ക് കേൾക്കാൻ സാധിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും ലഭിക്കണം. ആ ഒരു സ്പന്ദനം, ഈശോയുടെ ഹൃദയം സ്പന്ദിക്കുന്നത് കേൾക്കാൻ സാധിക്കണം. അപ്പോൾ അതുവഴിയായിട്ടാണ് ഈശോ നമ്മോട് സംസാരിക്കുന്നത്. എന്നെക്കുറിച്ചുള്ള ഈശോയുടെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അത് തിരിച്ചറിഞ്ഞാൽ ഈ ചാൾസ് ഡി ഫുക്കോയെ പോലെയൊക്കെ നമുക്കും ഈ ആത്മീയ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലേക്ക് തീഷ്ണതയോടെ ഈശോയുടെ സ്നേഹത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ഈശോയുടെ ഹൃദയത്തിൽ നിന്നും പ്രസരിക്കുന്നത് പോലെ നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് സ്നേഹം പ്രസരിക്കണമെന്നൊക്കെ വിശുദ്ധൻ പറഞ്ഞതുപോലെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് അപ്പോഴാണ്. 180 ഖണ്ഡികയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വിശുദ്ധ ചാൾസ് ഡി ഫുക്കോയുടെ ആത്മീയ നിയന്താവായിരുന്ന ഫാദർ ഹെൻറി ഹുവേലിൻ്റെ നിരീക്ഷണത്തോടെയാണ് ഈ ഭാഗം അവസാനിക്കുക. നമ്മുടെ കർത്താവ് ഒരു ഹൃദയത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും ചെറിയ സഹോദരീ സഹോദരന്മാരിലേക്ക് എത്തിപ്പെടാനാവുന്ന വിധത്തിൽ അവിടുത്തെ വികാരഭാവങ്ങൾ അതിന് ഉണ്ടാകും എന്ന് ഫാദർ ഹെൻറി ഹുവേലിൻ പഠിപ്പിക്കുകയാണ്. അതിന് വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ ഹൃദയം ഇതിന് ഉദാഹരണമാണെന്ന് പറയുകയാണ്. ഒരു പുരോഹിതൻ്റെ ഹൃദയത്തിൽ കർത്താവ് വസിക്കുമ്പോൾ അത് അദ്ദേഹത്തെ ദരിദ്രരിലേക്ക് എത്തിക്കുന്നു. അങ്ങനെയാണ് വിൻസെൻ്റ് പോളിനെ കുറിച്ച് പറയുന്നത്. വിശുദ്ധ വിൻസെൻ്റിൻ്റെ അപ്പസ്തോലിക തീഷ്ണത ക്രിസ്തുവിൻ്റെ ഹൃദയത്തോടുള്ള ആരാധനയിൽ നിന്നും പ്രേക്ഷിതമായി തീർന്നതാണെന്നാണ് ഫാദർ ഹുവേലിൻ പറയുക. പാവപ്പെട്ട രോഗികൾക്കായിട്ട് നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തിൽ ഒരു ആശ്വാസവാക്ക് കണ്ടെത്തണമെന്ന് വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ തൻ്റെ സഹസന്യാസികളെ ഉപദേശിക്കുമായിരുന്നുവെന്ന് ആവർത്തിച്ച് പറയുകയാണ്. അതായത് കർത്താവിൻ്റെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ കർത്താവ്, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇന്നത്തെ പാരഗ്രാഫിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ പറഞ്ഞതുപോലെ, കർത്താവിൻ്റെ ഹൃദയത്തിൽ നമ്മൾ വസിക്കുമ്പോൾ കർത്താവിൻ്റെ ഹൃദയം നമ്മോട് സംസാരിക്കാൻ തുടങ്ങും. നമ്മുടെ അടുത്ത ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് പഠിപ്പിക്കാനായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങും. അത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് വിശുദ്ധ ചാൾസ് ഡി ഫുക്കോയുടെ ആത്മീയ നിയന്താവായിരുന്ന ഫാദർ ഹെൻറി ഹുവേലിൻ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കാണുക. അതായത് വിൻസെൻ്റ് പോളിൻ്റെ ഹൃദയം ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരുന്നതായിരുന്നു. അങ്ങനെ ഈശോയുടെ ഹൃദയത്തിൻ്റെ ആ വലിയ ലക്ഷ്യം, അതായത് നമ്മുടെ കർത്താവ് ഹൃദയത്തിൽ വസിക്കുമ്പോൾ മറ്റുള്ളവരിലേക്ക്, ഏറ്റവും ദരിദ്രരിലേക്ക്, പാവപ്പെട്ടവരിലേക്ക് എത്തിപ്പെടാനൊക്കെ ആയിട്ട് നമുക്ക് വളരെ എളുപ്പമാണെന്ന് പറയുകയാണ്. നമ്മളിന്ന് പ്രധാനമായിട്ടും ധ്യാനിച്ചു തുടങ്ങിയ അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങിയ കാര്യം ഇതാണോ? ആത്മീയ ചരിത്രത്തിലെ പ്രതിധ്വനികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആത്മീയ ചരിത്രത്തിൽ ഈ വിശുദ്ധരാണ് ഓരോ പ്രതിധ്വനികളായിട്ട് നമ്മൾ കാണുക. നമ്മൾ മുമ്പ് കണ്ടിരിക്കുന്ന ചാൾസ് ഡി ഫുക്കോയും അതുപോലെ തന്നെ മുൻപോട്ട് ഫ്രാൻസിസ് ഡി സാലസ്, ഇപ്പോൾ വിൻസെൻ്റ് പോൾ നമ്മൾ കാണുന്നു. ഇവരെല്ലാമാണ് ഇതിൻ്റെ പ്രതിധ്വനികളായിട്ട് നിൽക്കുന്നത്. എക്കോയാണ്, ഈശോയുടെ സ്നേഹത്തിൻ്റെ ഒരു പ്രതിധ്വനികളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരെക്കുറിച്ചാണ് നമ്മൾ കണ്ടുവരിക. അങ്ങനെ വീണ്ടും ഈ വിൻസെൻ്റ് പോളിനെ കുറിച്ച് പറഞ്ഞു വരിക. പാവപ്പെട്ട രോഗികൾക്കായി നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തിൽ ഒരു ആശ്വാസവാക്ക് കണ്ടെത്തണമെന്ന് വിൻസെൻ്റ് പോൾ പറയുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതുപോലെ തന്നെ ആദ്യം നമ്മുടെ ഹൃദയം ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹത്താലും ആർദ്രതയാലും പരിവർത്തിതമായെങ്കിൽ മാത്രമേ ആ വാക്ക്
വിശ്വസനീയമാകൂ എന്ന് പറയുന്നു. ഞാൻ ഈശോയെ സ്നേഹിക്കുന്നുണ്ട്. ഈശോയുടെ ആ വലിയ ത്യാഗം, എനിക്ക് വേണ്ടി എടുത്ത ആ വലിയ രക്ഷാദായകമായ പീഡാനുഭവ ഉദ്ധാനങ്ങൾ, അതൊക്കെ എനിക്ക് സ്വന്തമായെങ്കിൽ മാത്രമേ, അത് ഞാൻ സ്വന്തമാക്കിയെങ്കിൽ മാത്രമേ എനിക്ക് ഈശോയുടെ, എൻ്റെ ഹൃദയം ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹത്താലും ആർദ്രതയാലും പരിവർത്തിതമാകുകയുള്ളൂ. അങ്ങനെ പരിവർത്തിതമാകുമ്പോഴാണ് കർത്താവിൻ്റെ ഹൃദയത്തിൽ ഒരു ആശ്വാസവാക്ക് കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുക. അങ്ങനെ പരിവർത്തിതമാകുമ്പോൾ ആണ് ഞാൻ ശാന്തശീലനും വിനീതഹൃദയനുമാകിയാൽ എന്നിൽ നിന്നും പഠിക്കുവനെന്ന് കർത്താവ് പഠിപ്പിച്ച പാഠം പഠിച്ചെടുക്കാനായിട്ട് വലിയ ശ്രമമൊക്കെ നമുക്ക് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ എപ്പോഴും പറയുന്ന തൻ്റെ പ്രസംഗങ്ങളിൽ ആവർത്തിച്ച് ഉപദേശിക്കുന്ന ഒരു വചനഭാഗമാണ്, ഞാൻ ശാന്തശീലനും വിനീതഹൃദയനുമാകിയാൽ എന്നിൽ നിന്നും പഠിക്കുമെന്ന് കർത്താവ് പഠിപ്പിച്ച പാഠം പഠിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ശാന്തശീല ഭൂമി അവകാശമാക്കുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ആളുകളോട് കർക്കശമായോ രൂക്ഷമായോ പെരുമാറിയാൽ ജനങ്ങളെ കർത്താവിലേക്ക് തിരിയിക്കാൻ സാധ്യമല്ല എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുകയാണ്. അതായത് നമ്മുടെ ഒരു ഈശോയെ സ്നേഹിക്കുന്നുവെങ്കിൽ ആദ്യം നമ്മുടെ ഹൃദയം സ്നേഹത്താലും ആർദ്രതയാലും പരിവർത്തിതമാകണമെന്ന് വിൻസെൻ്റ് ഇപ്പോൾ ആവർത്തിച്ച് പറയുകയാണ്. ഈ ഭാഗങ്ങളിലൂടെ എല്ലാം ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തോടുള്ള സ്നേഹം വെറും ഒരു വ്യക്തിപരമായ ഭക്തിയല്ല, അത് നമ്മെ മറ്റുള്ളവരിലേക്ക്, പ്രത്യേകിച്ച് ഏറ്റവും ദുർബലരായവരിലേക്ക് നയിക്കുന്ന ഒരു ശക്തിയാണ് എന്ന് പഠിപ്പിക്കുകയാണ്. അതിനുള്ള വലിയ ഉദാഹരണങ്ങളാണ് ഈ ആത്മീയ ചരിത്രത്തിലെ പ്രത്യുധ്വനികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വിശുദ്ധരിലൂടെയും അവർ ഈശോയുടെ സ്നേഹത്തിൻ്റെ, ഈശോയുടെ തിരുഹൃദയ ഭക്തിയിൽ വളർന്ന ഈശോയുടെ സ്നേഹം ഈ ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഹൃദയ പരിവർത്തനത്തിലൂടെ തങ്ങളുടെ ജീവിതത്തെ മാറ്റിവെച്ച വിശുദ്ധ വിൻസെൻ്റ് പോളും ചാൾസ് ഡി ഫുക്കോയെ പോലുള്ള വിശുദ്ധരെ എല്ലാം പരിചയപ്പെടുത്തി, ഫ്രാൻസിസ് ഡി സാലസ് പോലുള്ള വിശുദ്ധരെ എല്ലാം പരിചയപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ പിതാവ് നമ്മോട് പറയുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ അത് ജീവജലത്തിൻ്റെ ഉറവയായി പുറത്തേക്ക് പ്രവഹിച്ച് ലോകത്തിനു മുഴുവൻ അനുഗ്രഹമായി മാറും എന്നുള്ളതാണ്, അല്ലെങ്കിൽ മാറണം എന്നുള്ളതാണ്. അതാണ് പരിശുദ്ധ പിതാവ് നമ്മോട് ആഗ്രഹിക്കുക. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയണം, അത് ജീവജലത്തിൻ്റെ ഉറവയായി പുറത്തേക്ക് പ്രവഹിച്ച് ലോകം മുഴുവനും അനുഗ്രഹമായിട്ട് മാറണം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. നമുക്കൊരു നിമിഷം ശാന്തമായി പ്രാർത്ഥിക്കാം. ഈശോയുടെ ആ തിരുഹൃദയത്തിൽ നിന്നും ഒഴുകി വരുന്ന ജീവജലത്തിൻ്റെ, തിരുരക്തത്തിൻ്റെ ആ വലിയ ജീവജലം നീരോർവ നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് നിറഞ്ഞ് നമ്മുടെ ഹൃദയത്തെ പരിവർത്തനപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ്റെ വലിയ കൃപകൾ സ്വീകരിച്ചുകൊണ്ട് പരിവർത്തന വിധേയമാക്കി നമ്മുടെ സഹോദരങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഏറ്റവും ദുർബലരായിരിക്കുന്നവരിലേക്ക് കടന്നു ചെല്ലുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ സ്നേഹമായിരിക്കണമേ. ഇനി നമുക്ക് ചോദ്യോത്തരവേളയിലേക്ക് പ്രവേശിക്കാം.
you